നമസ്കാരം, ഏവർക്കും തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നു എങ്കിൽ അത് യാദൃശ്യമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതിനു പിന്നിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം. വലിയൊരു മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോവുകയാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. വളരെയധികം വിഷമതകൾക്ക് നടുവിലാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്. എന്നാൽ നിങ്ങളിലേക്ക് ചില വഴിത്തിരിവുകൾ, ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന സാഹചര്യമുണ്ട് എന്ന് ഈ സമയം മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ചില അനുകൂല കാര്യങ്ങൾ, ഭാഗ്യകാലം, നിങ്ങളുടെ ജീവിതത്തിൽ ചില ആഗ്രഹങ്ങൾ സഫലമാകുന്ന സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. ഇത്തരം ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഇവിടെ തന്നിരിക്കുന്നതായ 2 വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം ഉപ്പനാണ് എങ്കിൽ രണ്ടാമത്തേതായ ചിത്രം തത്തയാണ്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിന് അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം ആകർഷിച്ച ഒരു പക്ഷിയുടെ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആദ്യം ഏവരും ചെയ്യേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ, നിങ്ങളുടെ ഇഷ്ടദേവതയെ ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കണം. ഈ സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നതായ കാര്യങ്ങൾ അത് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഇതെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിവാകണം, ആഗ്രഹം നടക്കണം എന്ന് നിങ്ങൾ ആ ശക്തിയോട് ഒരു നിമിഷം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആ ഭാഗ്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അതിനാൽ ഏവരും ഇപ്രകാരം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് പതുക്കെ കണ്ണുകൾ തുറന്ന് മുൻപ് പരാമർശിച്ച പോലെ നിങ്ങളെ ആകർഷിച്ച ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ആ ദേവതയുടെ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്താം. ആദ്യത്തെ ചിത്രമായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ചിത്രമായ ഉപ്പനുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമാകും എന്ന് നിങ്ങൾ ചിന്തിക്കാത്തതായ ചില കാര്യങ്ങൾ പോലും നിങ്ങളിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ്. ഈ സമയം ചില കാര്യങ്ങൾ അനുകൂലമായി കടന്നു വരുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് കാണുന്നു. ധനപരമായ ഉയർച്ചയോ അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങൾ, പണം കൈകളിലേക്ക് കടന്നു വരാവുന്ന ചില സാഹചര്യങ്ങൾ രൂപപ്പെടുന്നു എന്നതാണ് വാസ്തവം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പണം കൈകളിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് പോലെ തന്നെ ചില ചിലവുകൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ചിലവിൻ്റെ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്.
ചെലവുകൾ വർദ്ധിക്കുന്ന സാഹചര്യവും രൂപപ്പെട്ടു എന്ന് വരാം. അതിനാൽ ചെലവിന്റെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അനുകൂലമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. എന്നാൽ ചില കാര്യങ്ങളിൽ നിങ്ങളുടെ വിട്ടുവീഴ്ച മനോഭാവം നിങ്ങൾക്ക് ഗുണം ചെയ്യും. എന്നാൽ ചില കാര്യങ്ങളിൽ ക്ലേശങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് തെറ്റായ ചിന്തകളാലോ പ്രവർത്തികളാലോ ആകാം. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. കുടുംബ ദേവതയുടെ കടാക്ഷവും നിങ്ങളിലുണ്ട് എന്ന് കാണുന്നു. തന്മൂലം ചില നേട്ടങ്ങൾക്കുള്ള സാധ്യത, അത് പ്രധാനമായും നിങ്ങളുടെ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ടോ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാകാം എന്നുള്ളതാണ്. വളരെയധികം ബുദ്ധിശക്തി ഉള്ളവർ തന്നെയാണ് നിങ്ങൾ, അഥവാ ബുദ്ധി വൈഭവമുള്ള വ്യക്തികളാണ് എന്ന് പറയാം. അതിനാൽ പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും. പലപ്പോഴും ഇത്തരം കഴിവുകളുണ്ട് എങ്കിലും ചില അവസരങ്ങളിൽ അത് പ്രയോഗിക്കുവാൻ സാധിക്കാതിരുന്നിരുന്ന നിങ്ങൾക്ക് അത് സാധിക്കുന്ന സമയമാണ് മുൻപിലുള്ളത്. ബുദ്ധിവൈഭവത്തോടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഈ സമയം നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അനിവാര്യമാണ്. സാഹചര്യങ്ങൾ പലതും നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളെയും കൂടുതൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിത വിജയങ്ങൾ നേടുവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ചില വിജയങ്ങൾ നേടുവാനുള്ള അവസരങ്ങൾ കടന്നു വരാം എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അത് മാനസികപരമായ ശക്തി പോലുമാകാം. അത് വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആരോഗ്യപരമായി നിങ്ങളിലേക്ക് ഉയർച്ച കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ആരോഗ്യപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. പ്രതിസന്ധികൾ പലവിധമാണ് നിങ്ങൾക്കുള്ളത്. അത് പലപ്പോഴും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ മുൻപ് എന്താണോ നിങ്ങൾക്ക് എതിരായി നിന്നിരുന്നതായ പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. നിഷ്പ്രയാസം ചില പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ചില അവസരങ്ങൾ, പ്രത്യേകിച്ചും നേതൃത്വ പദവി പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മുന്നിൽ നിന്നും നയിക്കുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം സംഭവിക്കാം. ചില തിരിച്ചടിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപദ്രവം നൽകുന്ന അത്തരം വ്യക്തികൾക്ക് ചില തിരിച്ചടികൾ നൽകുന്നതായ സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കണം. പല കാര്യങ്ങളിലും, പ്രത്യേകിച്ചും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പല ശത്രുക്കളും ഉള്ളതായി കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. എന്നാൽ അത്തരം ശത്രുക്കൾ ആരാണ് എന്ന് മനസ്സിലാക്കി അവർക്കെതിരെ കൃത്യമായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതായത് ശത്രുക്കളുടെ ധൈര്യം ചോർത്തിക്കളയുവാനും അവർക്ക് മേൽ ഉള്ള ആത്മവിശ്വാസത്തെ നഷ്ടപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്തു എന്ന് വരാം. എന്നാൽ ഈ സമയം ചില കാര്യങ്ങളിൽ അശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നത് ചില കാര്യങ്ങൾ ദുഷ്കരമാക്കി തീർക്കാവുന്നതുമാണ്. ഈശ്വരാധീനം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെയും കുടുംബ ദേവതയുടെയും അനുഗ്രഹം അല്ലെങ്കിൽ കടാക്ഷം നിങ്ങളിൽ കാണുവാൻ സാധിക്കുന്നതിനാൽ തന്നെ ഈ സമയം അവസരങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത പല കാര്യങ്ങൾക്കും കൂടുതലാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, പല കാര്യങ്ങളിലും ബാധ്യതകൾ അനുഭവപ്പെടുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട്.
ആ ബാധ്യതകൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില അനുകൂല സാഹചര്യങ്ങൾ കടന്നു വരാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കാതിരിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ ആശ്വാസം ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അല്പം സാവകാശം ലഭിച്ചു എന്ന് വരാം. സാവകാശം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കടബാധ്യതകളുമായി ബന്ധപ്പെട്ട വിഷമതകളാണ് എങ്കിലും പരിഹരിക്കുവാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാം എന്നത് വാസ്തവം തന്നെയാണ്. ചില സഹായങ്ങളായി നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായ കാര്യം, തീരുമാനങ്ങൾ എടുക്കേണ്ടത് വളരെ ശ്രദ്ധയോടെ തന്നെയാണ് എന്നുള്ളതാണ്. തീരുമാനങ്ങൾ നിങ്ങൾക്ക് മുന്നേറുവാൻ സഹായകരമാകും എങ്കിലും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അല്പം ശ്രദ്ധ കൂടുതലായി പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഓർക്കേണ്ടതായ ചില കാര്യങ്ങൾ കൃത്യതയോടെ ഓർത്ത് പ്രവർത്തിക്കാൻ സാധിക്കും. താൽക്കാലികമാണ് എങ്കിലും ചില കാര്യങ്ങൾ അനുകൂലമായി ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സമയം നിങ്ങൾ തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയെയും അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ദേവതയെയും ആരാധിച്ചു തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഈ സമയം തീർച്ചയായും ഇത്തരം ചില വിഷമതകളിൽ നിന്നും ഒരു മോചനം അല്ലെങ്കിൽ ചില സഹായങ്ങൾ സിദ്ധിക്കാവുന്ന സമയം തന്നെയാണ് ഉള്ളത്. ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും ചില വിഷമതകൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ മറികടക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ തീർച്ചയായും ഈ സമയം എല്ലാ വ്യക്തികളെയും കൃത്യമായി മനസ്സിലാക്കി തന്നെ മുന്നോട്ട് നീങ്ങണം. രണ്ടാമത്തെ ചിത്രമായ മഞ്ഞത്തത്തയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ ജീവിതത്തിൽ ചില വിഷമതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും പ്രവർത്തിച്ചിട്ടും പല കാര്യങ്ങളിലും നിങ്ങൾ വിചാരിച്ച വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കാത്തവർ തന്നെയാണ്. നിങ്ങൾ പല കാര്യങ്ങളിലും ധനം പ്രതീക്ഷിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ധനം ലഭിക്കേണ്ടതായ സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് എന്താണോ ലഭിക്കേണ്ടത് അത് ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ബന്ധങ്ങളിൽ പോലും പ്രശ്നങ്ങൾ, ചില പ്രയാസങ്ങൾ, വാക്കുതർക്കങ്ങൾ, ഐക്യമില്ലാത്തതായ സാഹചര്യം, ഇത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടും മറ്റും പ്രയാസങ്ങൾ നിങ്ങൾക്കുള്ളതായി കാണുവാനായി സാധിക്കുന്നു. തർക്ക സാധ്യതകൾ വളരെ കൂടുതലുള്ള, പല കാര്യങ്ങളിലും അബദ്ധവശാൽ അകപ്പെട്ടു പോകുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. പല രീതിയിലും മാനസികപരമായ വിഷമതകൾക്ക് കാരണമായി തീരുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ട്. തർക്കങ്ങൾ പലതും ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന സാഹചര്യവും ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സമയം കൂടുതലായും ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് പൂർത്തീകരിക്കാൻ സാധിക്കാത്തതായ അവസ്ഥ പോലും ജീവിതത്തിലുണ്ട്. അല്പം കൂടി സമയം പല കാര്യങ്ങളിലും ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാഹചര്യവുമുണ്ട്. പല വിധത്തിലും യാത്രകൾ നടത്തുന്നതായ സാഹചര്യങ്ങൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തുടർന്നും അനിവാര്യമാകുന്ന സാഹചര്യം വന്നു ചേരാം.
ചില യാത്രകൾ നിങ്ങൾക്ക് തടയുവാൻ സാധിക്കണം എന്നില്ല. ചില യാത്രകൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നുചേരാം. എന്നാൽ അനുഭവഭേദ്യമായി കൊണ്ടിരിക്കുന്ന ചില തടസ്സങ്ങളെ ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെയെങ്കിലും വിജയം കാണാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ഈ സമയം പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. സന്താന ക്ലേശങ്ങൾ പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരോ ചില ടെൻഷനുകൾ ജീവിതത്തിൽ ഉള്ളവരോ ഉള്ള അത്തരത്തിലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഈ സമയം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വിഷമകരമായ സാഹചര്യങ്ങളെ മറികടക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് നിങ്ങൾക്ക്. ഭാഗ്യം പല കാര്യങ്ങളിലും വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഈ സമയം ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും നിങ്ങൾ വിഷമകരമായ ചില കാര്യങ്ങളിലാണ് എങ്കിലും ആ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും നിങ്ങളുടെ ആത്മവിശ്വാസം പ്രതിഫലിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് ഓർക്കുക. കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും ചില നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. പ്രശ്നങ്ങൾ തീർക്കുവാനുള്ള സാഹചര്യം നിങ്ങൾക്ക് അനുഭവഭേദ്യമാകാം. ധനപരമാകുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ ഉണ്ടായി എന്ന് വരാം. സ്വീകാര്യത പല കാര്യങ്ങളിലും ലഭിക്കുന്നതായ സാഹചര്യം. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അല്പം മെച്ചപ്പെട്ടു എന്ന് വരാം. ചില കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതാണ്. ചില ഫലങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ കടന്ന് വരാവുന്നതാണ്, അനുകൂലമാകാവുന്നതാണ്. വിദേശവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തൊഴിൽപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ചില ആശയക്കുഴപ്പങ്ങൾ, അത് തരണം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കാം. ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും ജീവിതത്തിൽ ചില വിഷമതകൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അത് തരണം ചെയ്യുവാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയം ആഗതമാകുന്നു എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പല കാര്യങ്ങളും സാധിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. ഈ സമയം ഈശ്വരാധീനം പോലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ വർദ്ധിക്കുന്നു എന്നത് നിങ്ങൾക്ക് ഈ സമയം ഗുണകരമായി ഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സമയം പ്രധാനമായും ചില അനുകൂല കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ചില പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിലും അത് പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ സിദ്ധിക്കാവുന്നതാണ്. പല മാറ്റങ്ങളും ജീവിതത്തിൽ പ്രകടമാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. പല കഴിവുകളും കൃത്യമായി പ്രകടിപ്പിക്കുവാൻ സാധിക്കാത്ത വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിലൊരു മാറ്റം സംഭവിക്കാവുന്നതാണ്. ഈ സമയം പല കാര്യങ്ങളിലും അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാണ്. ചില കാര്യങ്ങളിൽ ഉയർച്ചയ്ക്കുള്ള ഒരു അവസരം സിദ്ധിക്കാവുന്നതാണ്. ശരിയായ രീതിയിൽ ഈ സമയം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ സമയം ഇത്തരം കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് പോലും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമാകുന്നു എന്നതിനാൽ കൂടിയാണ്. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ മാനസികമായി വളരെ തളർന്നിരിക്കുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. കാരണം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന ചിന്തയുണ്ട് എങ്കിലും പല കാര്യങ്ങളിലും ഒരു തടസ്സങ്ങൾ നിങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തുന്നുണ്ട്. നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളിലും അത് സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. ഈ സമയം ചില കാര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ കടന്നു വരാം. ഈ സമയം നിങ്ങളെ ചില വ്യക്തികൾ മനഃപൂർവ്വം വിഷമിപ്പിക്കുന്ന
ഉപദ്രവങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലായതിനാൽ തന്നെ അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്ന ബോധ്യത്തോടെ തന്നെ മുന്നോട്ട് പോകണം. പല കാര്യങ്ങളിലും അല്ലെങ്കിൽ ശത്രുക്കൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ പ്രതികൂലമാകും എന്ന മുൻവിധി നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.